അമ്മ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തക്കാളിക്ക കൊണ്ട് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു കറി ഉണ്ടാക്കി നോക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്ന 3 തക്കാളിക്ക, 1 സവാള, 3 പച്ചമുളക്, ഒരു അരക്കപ്പ് തേങ്ങായും എടുത്തിട്ടുണ്ട്. ഇത് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാം. ഇത് അരിഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. തക്കാളിക്ക ഇങ്ങനെ വട്ടത്തിൽ കണ്ടിട്ടിടുക. ഒരു 10-15 മിനിറ്റ് മതി നമുക്ക് ഉച്ചക്കാലത്തേക്ക് എളുപ്പം ഉണ്ടാക്കാവുന്നതാണ് ഈ തക്കാളിക്ക കറി. അതിന് ഒത്തിരി കടുക് വറക്കൊന്നും വേണ്ട. നമുക്ക് ഇതിനകത്ത് ഇതുപോലെ തന്നെ കണ്ടിട്ടുക. സവാള മൊത്തം വേണ്ട, നമുക്ക് അതിൻ്റെ ഒരു 4 ഭാഗം നമുക്ക് അരയ്ക്കാനെടുക്കാം. ബാക്കി അതിതുപോലെ കയറി എടുക്കണം. മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിനകത്തോട്ട് കണ്ടിട്ടിടുകയാണ്. ശകലം മുളക് പൊടി, ചുവന്ന മുളക്, വലിയ മുളകിൻ്റെ പൊടി ഇടണം. ഒത്തിരി ഇടരുത്, കുറച്ച് ശകലം ഇടണം. അതിനാവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതിനകത്തൊക്കെ വെള്ളം ഒഴിക്കണം. അത് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ഇത് വേവട്ടെ. എന്ത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ അരയ്ക്കാനാണ്. തേങ്ങയുടെ കൂട്ടത്തിൽ 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് ശകലം കൂടെ ഇട്ടേക്ക്. അതിൻ്റെ കൂടെ അരയ്ക്കാം മല്ലിപ്പൊടിയുടെ. പിന്നെ ഈ സവാള ഇതിനകത്ത് കണ്ടിച്ചിട്ട് അരയ്ക്കാനെടുക്കുകയാണ്. ഇനി അരച്ച് എടുത്ത് കൊണ്ടുവരട്ടെ. തക്കാളിക്ക വെന്തെന്ന് തോന്നുന്നു, നമുക്ക് നോക്കട്ടെ. തക്കാളിക്ക വെന്ത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ചേക്കുന്ന തേങ്ങായും മല്ലിപ്പൊടിയും സവാളയുടെ ഒരു കഷ്ണം കൂടെ അരച്ച് നല്ലപോലെ, അതുകൂടെ നല്ലതായിട്ട് അരയ്ക്കണം. നല്ല മയത്തിൽ അരച്ചെടുക്കണം. അതുകൂടെ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. നമ്മുടെ ആവശ്യത്തിന് ഇന്ന് തിളക്കട്ടെ. തേങ്ങ ചേർത്ത് തിളയ്ക്കുമ്പോൾ നമുക്ക് എത്ര കുറുക് വേണം കറി. ഒത്തിരി കറിയായിട്ട് വേണമെങ്കിൽ തിളച്ച ഉടനെ നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇച്ചിരി കുറുകി ഇരിക്കണമെങ്കിൽ 2-3 തിള തിളച്ച് ഒന്ന് കുറുകട്ട കറി. നമ്മൾ എളുപ്പത്തിലുണ്ടാക്കാവുന്ന തക്കാളിക്ക കറി നല്ല കുറുകി പരുവമായി. ഇനി ഇത് ഇത്രയും വേണം. ഇച്ചിരി ചോറിനകത്തൊക്കെ ഒഴിച്ച് കഴിക്കുകയും ചെയ്യാം. ഇത് അല്ലാതെ നമ്മൾ ഒരു ഇരുന്നങ്ങ് പറ്റും. ചൂട് കൊണ്ട് ഇരുന്നങ്ങ് ഒന്നുകൂടെ കുറുകും. ഇനി ഇതിനകത്തിലോട്ട് വേറൊന്നും ചേർക്കണ്ട. ഒന്നാല് കരിയാപ്പില, നമ്മളിങ്ങനെ കരിയാപ്പില ഇട്ടാൽ മതി. കരിയാപ്പില ഇട്ടേച്ച് അങ്ങ് വാങ്ങി വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ തക്കാളിക്ക കറി റെഡി. എളുപ്പത്തിലുണ്ടാക്കാവുന്ന തക്കാളിക്ക കറി റെഡിയായി. എൻ്റെ ചാനലിൽ കണ്ടിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.